നമസ്കാരം, ഞാൻ സന്തോഷ്. ഞാൻ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പം അത് എങ്ങനെ അവരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്താം. അതുപോലെ നിരവധി ആളുകൾ ഡോക്ടർമാരെ എല്ലാം കണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പൈസയും സമയവും ചെലവഴിച്ച് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്നുള്ള ഒരു കാരണമാണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ലൈഫ് ഫോഴ്സ് അക്കാഡമി എന്ന സ്ഥാപനത്തിലെ ഹോളിസ്റ്റിക് വെൽനസ് കോച്ചാണ്. എനിക്ക് ഈ മേഖലയിൽ 20 വർഷത്തോളമായി നല്ല പരിചയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ആളാണ്. വളരെയധികം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പല ആളുകളും അവരുടെ കാര്യങ്ങൾ ആരോടും, ഡോക്ടർമാരുടെ അടുത്ത് എന്ന് പറഞ്ഞാലും അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വിശദമായിട്ടുള്ള ഒരു പരിഹാരങ്ങൾ കിട്ടില്ല. അവർ ജസ്റ്റ് തിരക്കിനിടയ്ക്ക് ഒന്ന് പരിശോധിച്ചു, മരുന്നുകൾ കുറിച്ചു, അവർ പോകുന്നു, മരുന്ന് കഴിക്കുന്നു, എന്താണോ ഏതാണോ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഞാനിവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവും. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ സ്ക്രീനിൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ്, അതായത് ആരോഗ്യവും അതുപോലെ തന്നെ നല്ലൊരു ജീവിത ശൈലിയും കൂടെ പിന്തുടരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. എൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് ലൈഫ് ഫോഴ്സ് അക്കാഡമി എന്നാണ്. ഇത് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. ഞാൻ ഇതിനകത്തേക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാനും സാധാരണ ജനങ്ങളെ പോലെ തന്നെ വളരെയധികം സാധാരണ രീതിയിൽ ജീവിച്ച് പോകുന്ന സമയത്താണ് വീട്ടിലും അതുപോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങൾക്കും എല്ലാം ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ വന്നത്. ആരോഗ്യത്തിൻ്റെ മേഖലയിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഡോക്ടർമാരും കുടുംബ ഡോക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എനിക്ക് എൻ്റെ കുട്ടിയുടെ ഒരു അസുഖം, ഒരു പുതിയ രണ്ടാമതൊരു കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടിയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത്, അതായത് ന്യൂ ബോർണായിട്ട് ഉണ്ടായ സമയം മുതൽ 15 ദിവസം ആസ്പത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് ഞാൻ ഈ ന്യൂട്രീഷണൽ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാഹചര്യം കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ആരോഗ്യം ഇരിക്കുന്നത് മറ്റാരുടെയും കയ്യിലല്ല, അത് നമ്മളുടെ സ്വയം ഉത്തരവാദിത്വമാണ്, നമ്മുടെ കയ്യിലാണ് അതിനുള്ള മാർഗങ്ങളെന്നും ഡോക്ടർക്ക് ആരോഗ്യം മോശമാവുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. അപ്പോൾ ഈ ആദ്യത്തെ കുട്ടി ഉണ്ടായി, വലിയ കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷയോടുകൂടി വളരെ ആകാംക്ഷിച്ച് നമ്മളുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കത് നല്ലൊരു പ്രതീക്ഷയോടുകൂടി ആയിരിക്കും. രണ്ടാമത്തെ കുട്ടികളുടെ ജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം മുൻകരുതലൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് അങ്ങനെ സംഭവിക്കുന്നു. അപ്പം നമ്മൾ ഒരു ഗർഭധാരണത്തിന് മുമ്പാണെങ്കിലും നമ്മൾ വളരെയധികം നമ്മുടെ ഭക്ഷണ രീതികളിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്കും അമ്മയ്ക്കും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പം അത് നല്ലൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ടോട്ടൽ ലൈഫിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ശരിക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. അതിനുതകുന്ന ഒരു പാക്കേജാണ്, ഒരു സംവിധാന സിസ്റ്റങ്ങളാണ് ഞാനിവിടെ വിവരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ സ്ലൈഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ നന്നായിട്ട് ഇതൊക്കെ ആയിട്ട് മനസ്സിലാക്കുക. എല്ലാ സ്ലൈഡുകളും പിന്തുടർന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നോട്ടുകൾ കുറിച്ചെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. അതെല്ലാം ദൂരീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഓരോ സ്ലൈഡ് വഴി തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഈ സ്ലൈഡ് 1 എന്ന് പറയുന്ന സംഭവമാണ് ആരോഗ്യം ആശുപത്രിയിലല്ല എന്നുള്ള സ്ലൈഡാണ്. അപ്പോൾ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഒഴിവാക്കാം, സമ്പത്ത് നേടാം, സമയം ലാഭിക്കാം. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്.
പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് വലതുവശത്ത് ജീവിതശൈലി. നമ്മുടെ ജീവിതശൈലിയാണ് നമുക്ക് ആരോഗ്യം തരുന്നത്. അതിന് വേണ്ടത് നമുക്കറിയാം. ആദ്യത്തെ ഒരു കാര്യം തന്നെ നമ്മുടെ ഭക്ഷണമാണ്. നമുക്കിതിനകത്ത് ഈ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ മാച്ച് ചെയ്യുന്ന ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ, ആരോഗ്യം ഇതാണോ എന്നുള്ളതാണ് കൺസെപ്റ്റ്. ചെറിയ അസ്വസ്ഥതകൾ നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വന്ന ചെറിയ പനിയായിരിക്കും. അപ്പോഴും നമ്മളെ പല പല ബ്ലഡ് പരിശോധിക്കണം, മലം, മൂത്രം, വ്യാധികളും കഫവും എല്ലാം പരിശോധിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാവും. പിന്നെ അത് തന്നെയല്ല, അവിടെ സമയം ചിലവഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പരിക്ക് പറ്റി വന്നു കഴിഞ്ഞാലോ അവർ പെയിൻ കില്ലറുകളും കാര്യങ്ങളും കുറച്ച് ഓപ്പറേഷൻ. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ ഒടിവുകളൊക്കെ ആണെങ്കിൽ ഒന്ന് വലിച്ചിട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് വിടുമായിരുന്നു. ഇപ്പം അതെല്ലാം തുളച്ച് സ്ക്രൂവൊക്കെ ഇട്ട് പ്ലേറ്റുകളൊക്കെ ഇട്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയൊരു തൊണ്ടവേദനയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ, ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ, ഇന്ന് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് നാളെ നമ്മുടെ ശരീരത്തിൽ മാച്ച് ചെയ്യണമെന്നില്ല. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അതിൻ്റെ കോഴ്സുകൾ പിന്തുടരാനും നമുക്ക് വിഷമങ്ങളായിരിക്കും. അത് ആ കോഴ്സ് കംപ്ലീറ്റ് കഴിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് പുതിയ വൈറസുകളുടെ ജനറേഷൻ ഉണ്ടാകും. അതും നമ്മളുടെ ബോഡിയുടെ പല പാർട്ടുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു കാര്യം ഉപകരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് WHO എന്ന് പറയും. അത് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ്റെ സ്ഥാനപതി കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പം അവരുടെ ആ ബോഡികൾ കണ്ടെത്തിയ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകാരോഗ്യ സംഘടനയുടെ ജീവിതശൈലി സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഇന്നത്തെ 80% രോഗങ്ങളും നമുക്കറിയാം അത് അണുബാധയോ കാര്യങ്ങളോ ഒന്നുമല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണ് ലോകാരോഗ്യ സംഘടന അടിവരയിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ശരീരത്തിനായിട്ട് വേണ്ടത്. ഒന്ന്, നമുക്കറിയാം ശുദ്ധജലം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ബോഡിയുടെ 70% ജലാംശമാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഈ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് അത് സിന്തസൈസ് ചെയ്തിട്ട് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മിനറൽസ്, വൈറ്റമിൻസ്, അതുപോലെ ഓരോ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അത് നമ്മുടെ ദഹന പ്രക്രിയയിലൂടെ എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ഒരു ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ. അതായത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ടാവും. പിന്നെ വേണ്ടത് ആരോഗ്യം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഉറക്കം. അത് കൃത്യസമയത്ത് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതിപാദിക്കുന്നുണ്ടാവും. പിന്നെ അടുത്തത് നമുക്കറിയാം വ്യായാമമാണ്. വ്യായാമം നമ്മൾ ഈ വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്ന പോലെയാണ്. അതായത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പെട്രോളെല്ലാം ഫില്ല് ചെയ്യും, വണ്ടി ഓടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പല മേഖലകളിലൂടെയും തുളുമ്പി പുറത്തേക്ക് ആടി അപകടങ്ങളുണ്ടാവും. പെട്രോളാണെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ അധികമാകുന്ന കലോറി, ഊർജം ഇതെല്ലാം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ബേൺ ചെയ്ത് പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെയാണ് ഓരോരോ അവയവങ്ങളെയും ബാധിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് മനസ്സമാധാനമാണ്. സമാധാനമില്ലാത്തൊരു വ്യക്തിക്ക് എന്തൊക്കെ ധനം ഉണ്ടായിട്ടും കാര്യമില്ല, അവന് ഭക്ഷണം നന്നായിട്ട് കിട്ടിയിട്ടും കാര്യമില്ല, അവന് ഉറങ്ങാനേ കഴിയില്ല. അപ്പോൾ ഇതെല്ലാത്തിനും ബാധിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. അതെങ്ങനെയൊക്കെ കണ്ടെത്താമെന്ന് നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ട അടുത്തൊരു കാര്യമാണ് വെള്ളം. അത് നമ്മൾ എന്ത് വെള്ളമായിരിക്കണം കഴിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മിനറൽ വാട്ടർ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽസ് ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിൽ വെറുതെ ഹൈഡ്രേറ്റഡ് ആവില്ല. വെറുതെ വെള്ളം നമ്മൾ കുടിക്കും, അതങ്ങനെ തന്നെ പോകുന്നുണ്ടാവും. അതിനകത്ത് ഒരു മൂലകങ്ങളും നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ടാവില്ല. ഇന്ന് കിട്ടാവുന്ന മിനറൽ വാട്ടർ ഉണ്ട്, നമ്മൾ വീട്ടിൽ വെച്ച് ഫിൽറ്റർ ചെയ്യുന്ന RO വാട്ടർ ഉണ്ട്, പിന്നെ UV വാട്ടർ ഉണ്ട്. അപ്പോൾ RO വാട്ടറുകൾ അതിനകത്ത് തന്നെ ബാക്ടീരിയകളെല്ലാം നശിപ്പിച്ചിട്ട് അത് അതിൽ തന്നെ അതിൻ്റെ കണ്ടാമിനേറ്റഡ് ഇതിൽ തന്നെ കിടക്കുന്നുണ്ടാവും. UV ആണെങ്കിൽ ഇത് തന്നെയാണ് സെയിം ചെയ്യുന്നത്. അത് UV റേസ് കൊണ്ട് അതിനകത്തോടെ വിഘടനമാണ് നടക്കുന്നത്. അപ്പോൾ ആൽക്കലൈൻ വാട്ടർ അതല്ല ചെയ്യുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആൽക്കലൈൻ വാട്ടർ നമുക്ക്
മെഷീൻ വഴി സിന്തസൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള നാരങ്ങ പോലുള്ള, അതുപോലെ തന്നെ നമുക്ക് പല ഗ്രീൻ ടീ ഒക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് അതൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതികൾ നമ്മൾ കൃത്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഫുഡ് മോർ നാച്ചുറൽ, ലെസ് പാക്കേജ്, ഇതാണ് ഏറ്റവും പ്രധാനം. നാച്ചുറലായിട്ട് ഉള്ള ഫുഡുകൾ പരമാവധി കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ പാക്കേജ് ചെയ്തിട്ട് വരുന്ന ഫുഡുകളിലെല്ലാം അതിനകത്ത് അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെറിയ ചെറിയ രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ടാവും. അത് നമ്മളെ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും വൃക്കകളെയും മറ്റ് പല ഓർഗൻസിനെയും അത് ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ നിരന്തരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ബേക്കിങ്ങിൽ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റിനുള്ള സാധനങ്ങളുണ്ടാവും, അജിനോമോട്ടോ പോലെയുള്ള സാധനങ്ങളുണ്ടാവും, പിന്നെ കളർ ആഡ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ വേറെ പല പല മെറ്റീരിയൽസും നമ്മുടെ സ്വാദ മുകുളങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേർത്ത് നമ്മളുടെ വൃക്ക, കരള്, ഹൃദയം, രക്തധമനികൾ, തലച്ചോറ്, നാഡീവ്യവസ്ഥകൾ എല്ലാം തകരാറിലാക്കും. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് സ്ലീപ്പ്, അതായത് നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അതിനൊരു ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അടുക്കും ചിട്ട എല്ലാ കാര്യത്തിലും വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടൈം, ഗോൾഡൻ ഡീറ്റോക്സ് ടൈം എന്നാണ് അതിന് പറയുന്നത്. ആ ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് നമ്മൾ കിടക്കാനായിട്ട് ഇന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അതുപോലെ തന്നെയാണ് രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടൈം ആണ് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളത്. അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ഉണർന്നെഴുന്നേക്കുമ്പോൾ നല്ല ഉന്മേഷവും കിട്ടും. അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് അതെങ്ങനെയൊക്കെ വേണം, അതിനെ ഡീറ്റോക്സ് ചെയ്യാനൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാവും. അടുത്ത് വരാൻ സ്ലൈഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ്, ഡെയിലി മൂവ്മെൻറ്റുകളെ കുറിച്ചാണ്. അതായത് നമുക്ക് നല്ല ശരീരത്തിന് നല്ല ഊർജം കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്നലെ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപാട് എക്സസ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേൺ ചെയ്ത് കളയണം. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കും. അത് നമ്മുടെ ശരീരത്തിന് ഒരു സ്റ്റിമുലേഷനാണ്. സ്വയം നമുക്ക് നല്ല ഒരു ഊർജം പ്രദാനം ചെയ്യാവുന്ന ഒരു ദിവസം മുഴുവൻ എല്ലാ സെല്ലുകളിലേക്കും വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് കൺവെർട്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അതിനകത്ത് നമുക്ക് യോഗ ചെയ്യാം, വാക്കിങ്, ചെറിയ ജോഗിങ്, റണ്ണിങ്, സൈക്ലിങ്, സ്വിമ്മിങ്, ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങളും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നമുക്ക് അവരവരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, മൈൻഡ്, നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനുള്ള ഭക്ഷണം കഴിഞ്ഞ്, ആഹാരം കഴിഞ്ഞ്, ഉറക്കമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രാണായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ 2 അറകളുണ്ട്. അത് ലെഫ്റ്റും റൈറ്റും അറകൾ. അതായത് നമുക്കത് നന്നായിട്ട് ഇതിനെ എക്സ്റ്റേണലും ഇൻഹേലും ഒക്കെ ആയിട്ട് നമുക്കതിനെ നാഡീശുദ്ധികൾ വരുത്താനായിട്ട് കഴിയും. ഇട പിങ്കള എന്ന് പറഞ്ഞ 2 സ്ഥലം, അതെല്ലാം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിന് നമ്മൾ പ്രാണായാമത്തിലൂടെ ഊർജം പ്രദാനം ചെയ്ത് കയറ്റി ഇറക്കി ശരീരത്തിന് നമ്മൾ നന്നായിട്ട് നമ്മളൊരു റിതം ഒന്ന് ട്യൂൺ ചെയ്ത് നമ്മുടെ ശരീരത്തിന് എടുക്കുമ്പോൾ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ഒരു വ്യക്തിത്വം നമുക്ക് കൈവരും. നമ്മുടെ മെൻ്റൽ ഷാർപ്നെസ്, അതുപോലെ ചിന്തകൾ നല്ല സൂപ്പറായിരിക്കും. ആളുകളോട് ഇടപെടുന്നത് വളരെ മധുരകരമായിരിക്കും. അതുപോലെ തന്നെ നല്ല ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാനുള്ള ആ ഒരു ബ്രില്യൻസ് നമുക്കുണ്ടാവും. വളരെ ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മളങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ സൈലൻസൊക്കെ എന്താണ് നമ്മുടെ ഇന്നർ സൈലൻസ്, എന്താണ് ഔട്ടർ സൈലൻസ് എന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ വളരെ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് പ്രദാനം ചെയ്യും. എന്ത് കാര്യം ചെയ്താലും ഭയങ്കര വിജയത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അതിൻ്റെയൊക്കെ ടെക്നിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ സദാ സന്നദ്ധനാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യുന്ന ആരോഗ്യത്തിൻ്റെ പിഴവുകളുണ്ട്. പല കാര്യങ്ങളും നമുക്കറിയാതെ അബദ്ധങ്ങൾ പറ്റും. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിലൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് പല അസുഖങ്ങൾ വരുമ്പോഴും സ്വയമായിട്ടുള്ള ചികിത്സകൾ ചെയ്യും. അത് വളരെ വലിയ അബദ്ധത്തിലേക്ക് നയിക്കും. നമുക്ക് കാരണം എക്സ്പീരിയൻസ് ഇല്ല. അവർ ഗൂഗിളിൽ ചിലപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യമായിരിക്കും നമുക്കൊരു ഇൻഫർമേഷനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ടോണിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടുന്നൊക്കെ വിചാരിച്ച്
ആളുകൾ ആ ലേഹ്യം ഈ ലേഹ്യം ആ ടോണിക്ക് ഈ ടോണിക്ക് എല്ലാം മേടിച്ച് കഴിക്കും. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് അറിയാൻ കഴിയും. പിന്നെ നമുക്ക് വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണമേന്മ അറിയും. കിട്ടുന്ന സ്ഥലത്ത് പോയി ഒരാൾ ചായ കുടിക്കാൻ വിളിച്ചാൽ അവിടെ പോയി കഴിക്കും, ഒരാൾ നാരങ്ങവെള്ളം മേടിച്ച് തന്നാൽ അത് കഴിക്കും, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് ജ്യൂസ് കലക്കി തന്നാൽ അത് കഴിക്കും. ചിലപ്പോൾ അവർ വല്ല മാങ്കോയോ ടിന്ന് ടാഗ് പിന്നെ രസന ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊക്കോക്കോള ഇതൊക്കെ തരും. നമ്മൾ വേഗം അത് മേടിച്ച് കഴിയും. നമുക്ക് എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം, അതിനും നമ്മൾ സഹായിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതെല്ലാം പഠിപ്പിച്ചു തരാനായിട്ട് നമ്മളിവിടെ സന്നദ്ധനാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണമേന്മ പറഞ്ഞു. ആൽക്കലൈൻ വാട്ടറാണ് ശരീരത്തിന് ഉത്തമം. അത് നല്ല വെള്ളം, ക്ലീൻ വാട്ടർ pH 7 ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് 8 മുതൽ 9, 9.5 വരെയുള്ള ആൽക്കലൈൻ വാട്ടർ നമുക്ക് കഴിക്കണം. അത് നമ്മുടെ ശരീരത്തെ ടോക്സിൻസിനെല്ലാം നീക്കി ക്ലൻസിങ് നടക്കുന്നുണ്ടാവും ശരീരത്തിൽ. അതിന് സഹായിക്കാം, അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉറക്കമില്ലാത്തൊരു അവസ്ഥ, അതായത് നമ്മൾ ഉറങ്ങാതെ രാത്രിയൊക്കെ നോക്കി ഇരുന്ന് മെസ്സേജുകളൊക്കെ തിരഞ്ഞ് വാട്സപ്പ് നോക്കി, വീഡിയോ കണ്ടു, യൂട്യൂബ് കണ്ടു, അവരിങ്ങനെ നിരവധി ഇൻഫർമേഷൻസ് ആണ്. അത് ചിലപ്പോൾ ആനന്ദം കിട്ടുന്നുണ്ടാവും, ഒരാനന്ദവും കിട്ടില്ല, നമ്മൾ അത് മറന്നുപോകും. അതായത് വിഷ്വലൈസിലൂടെ കിട്ടുന്ന സംഗതികളെല്ലാം നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. അപ്പോൾ അതെല്ലാം കളയാൻ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇത്തിരി നേരം വായിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ മനസ്സിനും നല്ലതായിരിക്കും. നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും വിശ്വാസം അനുസരിച്ച് ബൈബിളോ അല്ലെങ്കിൽ ഗീതാതത്വങ്ങളോ രാമായണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഖുറാനോ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ഏതാണോ നന്മ തരുന്നത് അത് നിങ്ങൾക്ക് വായിക്കും. അറിവുകളാണ് ഏത് വായിച്ചാലും തരും. അതെല്ലാം ജനനന്മയ്ക്കും മനുഷ്യ സമൂഹത്തിൻ്റെയും മാനവരാശിയുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് ആ കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ നിന്ന് മാറിയത്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് ഗുണം കിട്ടിയ ആളുകളെയൊക്കെയാണ് ഇവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിനകത്ത് വീഡിയോ വർക്കാവുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ വീഡിയോ ആയിട്ടുണ്ട്. അത് രണ്ടുപേരെയും സംസാരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു മീഡിയയിൽ അത് വീഡിയോ വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അത് നമുക്ക് കേൾക്കണം. അതെല്ലാം കേൾക്കാനും നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ എടുത്ത് തരാനുള്ള സംവിധാനങ്ങളുണ്ട്. അവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. 74 വയസ്സുള്ള ഒരു സരസ്വതി എന്ന് പറഞ്ഞ മാഡമാണ്. അതുപോലെ തന്നെ സഹദേവൻ സാറ് വളരെ നന്നായിട്ട് LIC മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് വീട്ടമ്മയും മക്കളും ഒരുപാട് ഉദ്യോഗസ്ഥരും മക്കളൊക്കെ ഉള്ള വീട്ടമ്മയാണ്. അറിയാം, നമ്മളെ ഒരുപാട് പരിശീലനങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കായിരുന്നു. അത് നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്തു തരും. അപ്പോൾ അത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗർ കൊണ്ട് അമ്മ ഷുഗർ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നതാണ്. മേലുവേദന, നീർക്കെട്ടുകൾ, ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ അസുഖമാണ് നീർക്കെട്ടുകളൊക്കെ വരുന്നത്. അതെല്ലാം നമ്മൾ ശുദ്ധജലമായിട്ടുള്ള നമ്മുടെ കങ്കൻ വാട്ടർ കൊടുത്തു, ആൽക്കലൈൻ വാട്ടർ കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ന്യൂട്രീഷൻസ് പ്രോഡക്റ്റുകൾ അവരുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുത്തു. വളരെ ആശ്വാസത്തിലേക്ക് എത്തി. നല്ല ആരോഗ്യവതിയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹദേവൻ സാറ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം ഭയങ്കര ഷുഗറൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായിട്ടിരുന്നതാണ്. അതുപോലെ തന്നെ പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എപ്പോഴും കൺസൾട്ടേഷൻ ഉണ്ട്. നല്ല രീതിയിൽ നന്നായിട്ട് പോകും. നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ അറിവാണ് മരുന്ന്. ശരീരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നമുക്കറിയാവുന്ന ഈ മേഖലകളൊക്കെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ധ്യാനവും അതുപോലുള്ള കാര്യങ്ങളും പ്രാണായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയായിട്ട് ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിൽ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു തത്വമാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി അധികം കാര്യങ്ങളില്ല. ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയത്. ഇത് ജസ്റ്റ് ഒരു അറിവാണ് പകർന്നു തന്നത്. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. നമ്മളെന്തെങ്കിലും കേട്ടുപോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും കണ്ടുപോയിട്ടും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവത്തിലേക്ക് അത് എടുത്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത രീതികളെ കംപ്ലീറ്റ് ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അത് ഓഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരടുക്കം ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് തരുന്നുണ്ടാവും.
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്ത് തരുന്നുണ്ടാവും. മനസ്സിന് ഏറ്റവും നല്ല ശാന്തമായ അന്തരീക്ഷം എങ്ങനെ കണ്ടെത്താം, കുടുംബത്തിൽ എങ്ങനെ അന്തരീക്ഷം നല്ല ശുദ്ധമാക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ മേഖലകളിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഈ സമൂഹത്തിന് കൊടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമാണ് എൻ്റെ ഒരു വിഷയം. ടോട്ടൽ ലൈഫ് ഓഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് പ്രിൻ്റ് എടുത്ത് തരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളായിരിക്കും നിങ്ങൾ ഇടപെടുന്ന സമൂഹത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കേട്ട സമയത്തിനും നഷ്ടപരിഹാരം തരും. നിങ്ങൾക്ക് മുടക്കിയിട്ടുള്ള എന്തെങ്കിലും പൈസകൾ ഇതിനു വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതും തിരികെ തരും. ഇത് ഗ്യാരണ്ടിയാണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒരു വീൺവാക്കുകളല്ല. നമുക്ക് പ്രയോജനം കിട്ടും. നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഏറ്റവും നല്ല ആളുകളായി മാറണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച ഒരു വെബിനാർ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടൈം ഒരു കമ്മ്യൂണിറ്റി ആക്സസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ എന്നും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ കാര്യത്തിന് വേണ്ട എല്ലാ ശ്രദ്ധകളും നൽകും. നിങ്ങൾക്ക് ട്യൂൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ചസ് നിങ്ങളുടെ കാണിച്ചു തരുന്ന ഉത്തരവാദിത്തമാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വളരെ സന്തോഷപൂർവ്വം ഇത് പഠിക്കും, പ്രാക്ടീസ് ചെയ്യാം. ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. 1-to-1 അവസരം തരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് 1-to-1 അവസരം തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും PDF ആയിട്ട് വേണ്ട കാര്യങ്ങൾ തരും. ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് തരുന്നുണ്ടാവും. കോഴ്സിൻ്റെ പാത്തുകൾ ഉണ്ടാവും പഠിക്കാൻ. എപ്പോൾ വേണമെങ്കിലും സമയം പോലെ കണ്ടുപിടിക്കാം. ഒരു സമയം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജോലിക്ക് കിട്ടുന്ന സമയം, ജോലി ചെയ്തിട്ട് വിശ്രമത്തിനിടയ്ക്ക് കിട്ടുന്ന സമയം 1 മണിക്കൂർ വെച്ച് ഒരു ദിവസം മാറ്റി വെച്ചാൽ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടാവും. ഗ്യാരണ്ടി. ഇത്ര നേരം ഇത് കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് താഴെ അതിനകത്ത് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഒരുമിച്ചാവാം. വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.